നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരമുള്ള ആക്രമണങ്ങളും ഭീഷണികളും മേഖലയിൽ ഒരു വലിയ സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാനിലെ ബുഷഹർ ആണവ നിലയം ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി ഈ ആണവ നിലയത്തെ ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ അത് ചെർണോബിൽ ദുരന്തത്തിന് സമാനമായ അല്ലെങ്കിൽ അതിലും ഭീകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ വ്യാപകമായിരുന്നു. ആണവ സുരക്ഷയെക്കുറിച്ചുള്ള ആഗോള ഉത്കണ്ഠകൾ വർദ്ധിപ്പിക്കുന്ന ഈ സാഹചര്യം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒന്നാണ്. എന്തായാലും ഇറാനിലെ ബുഷഹർ ആണവ നിലയത്തിന് സമീപം തുടർച്ചയായുണ്ടാകുന്ന ആക്രമണങ്ങൾ ആണവ വികിരണം പുറത്തുവരാൻ കാരണമായേക്കാമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ അപകടം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് കത്തയച്ചു. ആണവ നിലയത്തിന് സമീപം നടക്കുന്ന ആക്രമണങ്ങൾ മേഖലയിലാകെ ഗുരുതരമായ മാനുഷിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നത് അപലപനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആണവ നിലയത്തിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് വികിരണം ഉണ്ടായാൽ അത് ഇറാന്റെ അതിർത്തിക്കപ്പുറം ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളെപ്പോലും ഗുരുതരമായി ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാനിലെ ഏക വാണിജ്യ ആണവ നിലയമാണ് ബുഷഹർ. ഇത് റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ റഷ്യൻ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. റഷ്യൻ നിർമ്മിത റിയാക്ടറുകൾക്ക് ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു യുദ്ധ സാഹചര്യത്തിൽ ഒരു ആണവ നിലയത്തിന് നേർക്കുണ്ടാകുന്ന ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ പ്രവചനാതീതമാണ്. ആണവ നിലയത്തിലെ ഇന്ധനത്തിന്റെ തണുപ്പിക്കൽ സംവിധാനത്തിനോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾക്കോ കേടുപാടുകൾ സംഭവിച്ചാൽ അത് വലിയ തോതിലുള്ള ആണവ ചോർച്ചയ്ക്ക് നയിക്കും. റഷ്യയുടെ സഹായത്തോടെയാണ് ആണവ നിലയം പ്രവർത്തിക്കുന്നതെങ്കിലും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിരന്തരമായ നിരീക്ഷണത്തിലാണ് ബുഷഹർ. എന്നിരുന്നാലും യുദ്ധ സാഹചര്യത്തിൽ ഈ നിരീക്ഷണങ്ങളുടെ ഫലപ്രാപ്തി പോലും ചോദ്യം ചെയ്യപ്പെടാം. 1986 അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ ചെർണോബിലുണ്ടായ ആണവ ദുരന്തം ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ അപകടങ്ങളിൽ ഒന്നാണ്. റിയാക്ടർ കോറിന് കേടുപാടുകൾ സംഭവിക്കുകയും വലിയ തോതിൽ റേഡിയേഷൻ പുറത്തേക്ക് വ്യാപിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. ബുഷഹർ ആണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ സമാനമായ ഒരു ദുരന്തത്തിനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഒരു ആണവ നിലയത്തിന് നേരെയുള്ള ആക്രമണം കേവലം ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായിരിക്കില്ല, മറിച്ച് അത് മേഖലയുടെ മുഴുവൻ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെയും മനുഷ്യന്റെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും. ദീർഘകാല പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളും തലമുറകളോളം നിലനിൽക്കുന്ന ദുരിതങ്ങളും ഇത് സൃഷ്ടിക്കാൻ ഇടയുണ്ട്. ബുഷഹർ ആണവ നിലയം പേർഷ്യൻ ഗൾഫിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ചോർച്ചയുണ്ടായാൽ അത് ഗൾഫ് കടലിലെ ജലത്തെ മലിനമാക്കുകയും കടൽ സമ്പത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്യും. ഇത് UAE, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ സമീപ രാജ്യങ്ങളെയും സാരമായി ബാധിക്കും. കാറ്റ് വഴിയും ജലം വഴിയും റേഡിയേഷൻ അതിവേഗം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. മത്സ്യബന്ധനം, ജലശുദ്ധീകരണം, കൃഷി എന്നിവയെ ഇത് പ്രതികൂലമായി ബാധിക്കും. അതേസമയം ഇറാനിനോട് പക തീർത്ത അമേരിക്ക പോരാടുകയാണ്. ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഉന്നത സൈനികരെ വകവരുത്തി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇതിനൊപ്പം 1 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു വീഡിയോ ദൃശ്യവും ട്രംപ് പങ്കുവച്ചത് ഇറാനെ ഞെട്ടിച്ചിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കെ ഇറാൻ വെടിവെച്ചിട്ട US യുദ്ധവിമാനത്തിലെ രണ്ടാമത്തെ പൈലറ്റിനെയും അതീവ സാഹസികമായ നീക്കത്തിലൂടെ അമേരിക്കൻ ദൗത്യസംഘം രക്ഷപ്പെടുത്തി. കനത്ത പോരാട്ടത്തിനൊടുവിലാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചതെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ രക്ഷാദൗത്യം എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഓപ്പറേഷനെ വിശേഷിപ്പിച്ചത്. ശത്രു രാജ്യത്തിന്റെ ഉൾപ്രദേശത്തെ മലനിരകളിൽ ഒളിച്ചിരുന്ന US വ്യോമസേനയിലെ കേണലിനെയാണ് കനത്ത വെടിവെപ്പിനിടെ അമേരിക്ക രക്ഷിച്ചെടുത്തത്. ഇറാന്റെ ഉൾപ്രദേശത്തെ മലനിരകളിൽ തകർന്നു വീണ F-15E യുദ്ധവിമാനത്തിലെ പൈലറ്റിനെയും കേണലിനെയും സാഹസികമായി മോചിപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകുന്നത് വലിയ രാഷ്ട്രീയ ആശ്വാസമാണ്. വൈമാനികർ ഇറാന്റെ പിടിയിലായിരുന്നുവെങ്കിൽ 1979 നാണം കെട്ട ഹോസ്റ്റേജ് ക്രൈസിസ് ആവർത്തിക്കപ്പെടുമായിരുന്നു, അതായത് ബന്ദി നാടകം. എന്നാൽ അതിവേഗത്തിലുള്ള സൈനിക നീക്കത്തിലൂടെ ഇവരെ തിരിച്ചെത്തിച്ചത് ഇറാന്റെ വിലപേശൽ ശേഷിയെ പാടെ തകർത്തിരിക്കുകയാണ്.